ഇക്കുന് വേണ്ടിയിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ണീനെ പിടിക്കുക ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് ഓടിപ്പോയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഗിഫ്റ്റ് എടുത്തിട്ട് വന്നത്. ഈ ഒരു ഗിഫ്റ്റ് ഇക്കുന് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം കേട്ടോ. കാരണം ഞങ്ങൾ പുറത്ത് പോയ ടൈമിൽ ഒരു ഷോപ്പിലേക്ക് ഇത് തിരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഇത് തന്നെ ഇപ്രാവശ്യം ഇക്കുനും ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാണ്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകളൊക്കെ ഇക്കുന് കൊടുക്കാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ആളുടെ റിയാക്ഷൻ കാണുമ്പോഴാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതൊരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ. ഞാൻ ഇക്കുവിൻ്റെ പേര് തന്നെയാണ് വെച്ചിട്ടുള്ളത്. കാറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ബോട്ടിൽ ആൾ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കസ്റ്റമൈസ് ചെയ്ത് സ്റ്റീലിൻ്റെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിലാട്ടോ കൊടുത്തത്. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ ഇക്കും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കടയിൽ പോകാം കേട്ടോ. ഇശലുവിനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുത്തുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അവൾ ഇങ്ങനെ വാപ്പീനായിട്ട് ചേർന്ന് തന്നെ ഇരിക്കുന്നുണ്ടായിട്ടോ. ആള് കാഴ്ചകളൊക്കെ കണ്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കടയിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നേരെ ഈ ഒരു ഐറ്റത്തിലേക്കാണ് പോയത്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ട്രെൻഡിങ് ആയിട്ട് ഇതാ തോന്നുന്നുണ്ട്. അതും നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇക്കുതി എനിക്കൊരു കുഞ്ഞ് ഡയറി മിൽക്ക് മേടിച്ച് തന്നു. പക്ഷെ ചെറുതാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശരി, ബൈ.